സ്വാമിയേ ശരണമയ്യപ്പ. ഈശ്വരീയ ഗുണങ്ങൾ അഥവാ ഡിവൈൻ ക്വാളിറ്റീസ് എന്നത് മനുഷ്യന് ആർജിച്ചെടുക്കാവുന്ന സവിശേഷമായ ഗുണങ്ങളാണ്. അതിലൂടെ ഈശ്വരീയത അറിയുവാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയുന്നു. ഈ ഈശ്വരീയ ഗുണങ്ങൾ ആത്മീയ പുരോഗതിയും ധാർമ്മികമായ ജീവിതവും നേടിയെടുക്കുന്നതിന് ഒരു മാർഗദർശനമാകുന്നു. ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടേതാണ്. മണ്ഡലവ്രതത്തിൽ മുഖ്യമായും അനുഷ്ഠിക്കേണ്ടത് ധാർമ്മികതയാണ്. ധാർമ്മികത എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ന്യായ നിയമങ്ങൾ പാലിക്കുന്ന ഒരു ജീവന്റെ രൂപമാണ്. അതിൽ ഒരുവൻ തൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും സമസ്ത സൃഷ്ടിക്കും ഹാനി ചെയ്യും എന്ന ഭയമില്ലാതെ എല്ലാവർക്കും നന്മ നൽകുന്ന രീതിയിലാണ് ജീവിക്കുവാൻ ശ്രമിക്കേണ്ടത്. ധാർമ്മിക ജീവിതം എന്നത് സത്യത്തിൻ്റെ, നീതിയുടെ, അതുപോലെ പ്രപഞ്ചത്തെ ഹാനി ചെയ്യുന്നില്ലാത്ത, എന്നാൽ അതുമായി ഏകീകൃതമായ ഒരു ജീവിതമാകുന്നു. ശ്രീമദ് അയ്യപ്പ ഭാഗവത്തിലൂടെ നമ്മൾക്ക് ധാർമ്മികമായ ജീവിതം എന്ത് എന്ന് ഒന്ന് കാണാം. പ്രഥമകാണ്ഡത്തിൽ ശ്രീമദ് അയ്യപ്പ ഭാഗവത്തിൽ ഓം സർവത്ര സ്വാമിനാമ സങ്കീർത്തനം സ്വാമിയേ ശരണമയ്യപ്പ. സത്യവും സ്ഥിരോത്സാഹസത്തയും അധ്വാനത്തിൻ കൃത്യശീലവും തമ്മിൽ ആദരവായ്പതും ചേർന്ന് അന്യരെ സേവിപ്പതും അങ്ങയിൽ രമിപ്പതും ഈ വിധം ഷഡ്രൂപങ്ങൾ ധർമ്മത്തെ നനയ്ക്കുമ്പോൾ ആ മഹാധർമ്മത്തിൻ്റെ ആവശ്യം കുറയുമോ? ആപതോ ഭുവിവാസം ധർമ്മമെന്നേ ആർക്കും. ധർമ്മത്തെ പാലിച്ചെന്നാൽ ധർമ്മവും പാലിച്ചിടും. ധർമ്മശാസ്താവോ ധർമ്മമൂർത്തമാം മഹാദൈവം. ധർമ്മശാസ്താവേ മഹാദൈവമേ ഭഗവാനെ സമോദം ഭവ ശ്രീയങ്ങരുളോ ദയാനിധേ. സത്യവും സ്ഥിരോത്സാഹവും ഈശ്വരനെ മുൻനിർത്തി ആ പാതാരബന്ധങ്ങളിലുള്ള അർച്ചനയായിട്ട് ഏതു കർമ്മവും ചെയ്യുവാനുള്ള സമർപ്പ ബുദ്ധിയും, അതുപോലെ മറ്റുള്ളവരെ ഈശ്വരതുല്യം കാണുവാനും ബഹുമാനിക്കുവാനും ഉള്ള മാനസിക വികാസവും സേവന മനോഭാവവും സർവോപരി അയ്യപ്പസ്വാമിയിലുള്ള അചഞ്ചലമായ ഭക്തിയും സമർപ്പണവും ധർമ്മത്തിൻ്റെ 6 പാദങ്ങളായി ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമ്മൾക്ക് കാട്ടിത്തരും. ഈ രീതിയിൽ ധർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് മനഃശുദ്ധി നേടുന്ന ഭക്തന് തത്വമസി തത്വം ഭഗവാൻ ഉപദേശിക്കുന്നു. ഏതൊരു പ്രവൃത്തിയാണോ അഭ്യുദയം അഥവാ ശ്രേയസ് ഉണ്ടാക്കുന്നത്, അതുതന്നെയാണ് ധർമ്മം. അസൂയയും മത്സരബുദ്ധിയും സ്വാർത്ഥ താല്പര്യങ്ങളുമില്ലാതെ സകല ജീവികളുടെയും ഉയർച്ചയും ഉന്നമനവും ലക്ഷ്യമാക്കുന്ന പ്രവൃത്തിയാണ് ധർമ്മം എന്ന് നമ്മൾ പറയേണ്ടത്. ആചാര പരമോധർമ്മം, ആചരിക്കേണ്ടതാണ് ധർമ്മം. നമ്മൾ എല്ലാവരും പരിപാലിക്കേണ്ടതും ധരിക്കേണ്ടതും അതുപോലെ സ്വയം ആചരണത്തിലൂടെ രക്ഷിക്കേണ്ടതുമാണ് ധർമ്മം. വൈദികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ആചരിക്കേണ്ടതാണ് ധർമ്മം. ധർമ്മത്തിൽ ആചാരത്തിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ നല്ല പ്രവൃത്തികളുടെ കൂട്ടം എന്ന് പറയാം നമ്മൾക്ക് ധർമ്മത്തെ. സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ വഴിയിലേക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്ന മൂർത്തിയാണ് അയ്യപ്പസ്വാമി. ഓം സ്വാമിയേ ശരണമയ്യപ്പ.